ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. എല്ലാവരും ഭാമയുടെ വരവും കാത്ത് ടെൻഷനോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ സത്യഭാമ വീട്ടിലെത്തിയിരിക്കുകയാണ്. സത്യമ്മ വന്നിട്ടുണ്ടെന്ന് കാർത്തിക പറയുമ്പോൾ ടെൻഷനോടെ താഴേക്ക് ഓടി ചെല്ലുകയാണ് വിഷ്ണു. അതേസമയം സത്യമ്മ വന്നിട്ടുണ്ടെന്ന് പൊന്നി പറയുമ്പോഴും എല്ലാവരും ടെൻഷനോടെ ഭാമയുടെ വരവും കാത്തിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്നയുടൻ ഭാമ വിഷ്ണുവിനോട് കാർത്തികയെ താഴേക്ക് വിളിക്കാൻ പറയുകയാണ്. ഇനി വേണം ആളും ആരവങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ വിവാഹം ഒന്നുകൂടി നടത്താൻ. വിളിക്കേണ്ടവരെയൊക്കെ നീ വിളിച്ചോ, നല്ല ആർഭാടമായി തന്നെ നമുക്ക് നടത്തിക്കളയാം. എന്നാ ഭാമേ, രണ്ടായിട്ടും ഡാൻസുകാരെ കൂടെ വിളിക്കാൻ രാഘവൻ നായർ പറയുമ്പോൾ രാഘവേട്ടന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാനത് നടത്തിത്തരാമെന്ന് ഭാമ പറയുന്നു. ഇത് കേൾക്കുന്ന രാഘവൻ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുകയാണ്. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ശാലിനി ദേ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടാ എനിക്ക് തന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ഭാമയെ നോക്കുകയാണ്. ഈ സത്യഭാമ വിചാരിച്ചാൽ എന്ത് കാര്യവും നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ലക്ഷ്യം നടത്തിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല. ദേ നോക്ക് രാഘവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് രാഘവന്റെ മടിയിലേക്ക് ആ ഡിവോഴ്സ് നോട്ടീസ് എറിഞ്ഞു കൊടുക്കുകയാണ് സത്യഭാമ. അതേസമയം ശാലിനിയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. എന്താ രാഘവേട്ട നോക്കുന്നില്ലേ എന്ന് ഭാമ വീണ്ടും ചോദിക്കുമ്പോൾ രാഘവൻ നായർ ആ ഡിവോഴ്സ് നോട്ടീസ് തുറന്നു വായിക്കുകയാണ്. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്ന രാഘവൻ നായരെയാണ് കാണിക്കുന്നത്. അത് കണ്ട് എല്ലാവരും അമ്പരപ്പോടെ രാഘവൻ നായരെ നോക്കുന്നു. എന്താ രാഘവേട്ട ഒരൊപ്പ് കണ്ടിട്ട് ഇതിനു മാത്രം ചിരിക്കുന്നത് എന്തിനാണെന്ന് സത്യഭാമ ചോദിക്കുന്നു. ഇതാണോ ഭാമ ഒപ്പ്? ദേടാ ഈ ഒപ്പൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് രാഘവൻ ആ ഡിവോഴ്സ് നോട്ടീസ് വിഷ്ണുവിന് കൊടുക്കുകയാണ്. അതേസമയം ശ്യാമയും കാർത്തികയും കൂടി വിഷ്ണുവിന്റെ കയ്യിലെ നോട്ടീസിലേക്ക് നോക്കുകയാണ്. അത് കാണുമ്പോഴാണ് വിഷ്ണുവിനും ഒരു സമാധാനമാകുന്നത്. പിള്ളേ, ആ പേപ്പർ ഇങ്ങ് വാങ്ങാനായി ഭാമ പറയുന്നു. അങ്ങനെ ആ പേപ്പർ വാങ്ങി നോക്കുന്ന പിള്ളച്ചേട്ടനും അത് കണ്ട് ചിരിക്കുമ്പോ ഭാമ ചോദിക്കുകയാണ്, എന്താ പിള്ളേ, ഒരൊപ്പ് കണ്ടിട്ട് നിങ്ങളൊക്കെ എന്തിനാ ഇതിനു വേണ്ടി ചിരിക്കുന്നത്? അതിന് ഇതൊപ്പല്ലല്ലോ സത്യാമ്മേ, ഇതിനകത്ത് ശാലിനി കുഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ഞാൻ വായിക്കണോ എന്ന് ചോദിക്കുമ്പോ വായിക്കാനായി ഭാമ പറയുന്നു. കലർപ്പില്ലാത്ത സ്നേഹമാണ് എനിക്ക് എന്റെ വിഷ്ണുവേട്ടനോട്. ഈരേഴ് 14 ലോകം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും ഞാൻ ഈ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് തരാനേ പോകുന്നില്ലെന്നായിരുന്നു ശാലിനി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ് സത്യഭാമ. അവളെന്നെ ചതിച്ചല്ലേ? അമ്മേ, അമ്മ എന്ത് പറഞ്ഞിട്ടാ ശാലിനിക്ക് ഈ പേപ്പർ ഒപ്പിടാൻ നൽകിയതെന്ന് വിഷ്ണു ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഭാമ അതാലോചിക്കുകയാണ്. ഷേ, അബദ്ധം പറ്റിയത് എനിക്ക് തന്നെയാ. പിള്ളേ, റിസപ്ഷൻ ഏത് ഹോട്ടലിലാ ബുക്ക് ചെയ്യുന്നതെന്ന് രാഘവൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ആ ഡിവോഴ്സ് നോട്ടീസും കൊണ്ട് സത്യഭാമ അകത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന പോക്കില് ആ ഡിവോഴ്സ് നോട്ടീസ് കീറി ചുരുട്ടി എറിയുകയാണ് സത്യഭാമ. നോക്കടാ, ശാലിനിക്ക് നിന്നോട് എന്ത് ഇഷ്ടമാണെന്ന് നിനക്കിപ്പോ മനസ്സിലായോ എന്ന് രാഘവൻ ചോദിക്കുന്നു. പക്ഷേ നീയോ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ അച്ഛാ അത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ആരംഭിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവേട്ട എന്ന് കാർത്തിക വിളിക്കുമ്പോൾ വിഷ്ണു അകത്തേക്ക് കയറി പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.